ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നൊരു അടിപൊളി സംഭവം ചെയ്യാൻ പോവാം കേട്ടോ. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു തീപ്പെട്ടിക്കൂട് എടുത്തിട്ടുണ്ട്. തീപ്പെട്ടിക്കൂട് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. സാധാരണ ഒരു ചെറിയ തീപ്പെട്ടിക്കൂട് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു നൂലാണ് കേട്ടോ. ഈ നൂല് സാധാരണ നൂലല്ല, ഇത് സിൽക്ക് ത്രെഡ് ആണ്. ഇതുപോലെ ഇങ്ങനെ നല്ല ഗ്ലേസിംഗ് ഉള്ള ഒരു ത്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് കയ്യിലുണ്ടെങ്കിൽ 1, 2, 3 കളർ എടുക്കാം. ഞാനപ്പോ 2 കളറ് ത്രെഡ് എടുത്തിട്ടുണ്ട്, റെഡും ഗ്രീനും. നിങ്ങളുടെ കയ്യിൽ ഇനി ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യമേ ഈ ത്രെഡിന്റെ അറ്റം ഇങ്ങനെ ഒന്ന് വെക്കാം. ഒരു കളറ് ഇങ്ങനെ വെച്ചു, രണ്ടാമത്തെ കളർ എടുത്തു, അതും ഞാൻ ഇങ്ങനെ ഒന്ന് വെച്ചട്ടോ. ഇനി ഉണ്ടെങ്കിൽ ഇനിയും എടുക്കാമേ. അപ്പൊ എന്റെ കയ്യിൽ ഇത്ര 2 കളറേ ഉണ്ടായിരുന്നുള്ളൂ. ഒരെണ്ണം കൂടി വരുവാണെങ്കിൽ എക്സ്ട്രാ ഭംഗിയായിരിക്കും. അപ്പൊ എന്നിട്ട് നമുക്ക് ഇതൊന്നിങ്ങനെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ ഒരു കെട്ട് അറ്റത്ത് ഇട്ട് കൊടുക്കുക. അപ്പൊ 2 നൂലും നമ്മളിങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ എടുത്തു. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ കയ്യിലുള്ള തീപ്പെട്ടിക്കൂട് എടുക്കുക കേട്ടോ. തീപ്പെട്ടിക്കൂട് എടുത്തിട്ട് നമ്മള് ഈ നൂലില്ലേ, ഈ അറ്റം ഇങ്ങനെ അങ്ങോട്ട് അറ്റം കൊടുക്കുക. കുറച്ചിങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഇടുക കേട്ടോ. കൈ ഇവിടെ നിന്ന് എടുക്കരുതേ. കൈ ഇവിടെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചു. എന്നിട്ട് നമ്മള് ഒരു 100 പ്രാവശ്യം, ഇതിപ്പോ 1, 2, 3, 4, 5 ഇങ്ങനെ 100 പ്രാവശ്യം ഒന്ന് റൗണ്ട് ചെയ്ത് എടുക്കണം. അപ്പൊ ഇത് ഇടയിലേക്ക് കയറാതെ നോക്കണേ. ജസ്റ്റ് ഇപ്പൊ ഞാൻ ചെയ്തപ്പോ ഇതിന്റെ ഇടയിലേക്ക് കയറിപ്പോയി. അപ്പൊ ഞാനൊരു 15 പ്രാവശ്യം ഒന്ന് കൗണ്ട് ചെയ്ത് കേട്ടോ. അപ്പൊ അതേ നൂല് ഇങ്ങനെ നമുക്ക് കെട്ടുവീഴാതെ ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പൊ ഞാൻ 100 വരെ ഇങ്ങനെ ഒന്ന് കൗണ്ട് ചെയ്ത് കേട്ടോ. ബാക്കിയുള്ളത് നമുക്ക് കുറച്ച് താഴ്ത്തി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഈ അറ്റം ഇങ്ങനെ കൊണ്ടുവരിക. നമ്മുടെ മറ്റേ അറ്റം ഇല്ലേ, അത് രണ്ടും കൂടി ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഒരു കെട്ടിട്ട് കൊടുത്തട്ടോ. ഇനി നമുക്ക് ഇതിങ്ങനെ തീപ്പെട്ടിക്കൂടിന്റെ പുറത്തേക്കൊന്ന് എടുക്കാം. ഇങ്ങനെ ഇങ്ങനെ തെറ്റിച്ചു കൊടുക്കുമ്പോൾ അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ പുറത്തേക്ക് കിട്ടും. അപ്പൊ ഇവിടെ ഇങ്ങനെ പിടിക്കുക. നമ്മൾ ആ കെട്ടിട്ട ഭാഗമില്ലേ, അവിടെ ഇങ്ങനെ പിടിക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിന്റെ ഏറ്റവും മുകളിൽ ഇങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട്. ഏറ്റവും മുകളിൽ ഇങ്ങനെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാൻ പോവാം. ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ സാധാരണ ത്രെഡില്ലേ, നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ നേരത്തെ എടുക്കുന്ന ത്രെഡാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ട് നല്ല ടൈറ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് കെട്ടി കൊടുക്കാം. ഒറ്റ ഇങ്ങനെ കെട്ടിക്കൊടുത്തിട്ട് ബാക്കിയുള്ള നൂല് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒന്ന് കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഈ അറ്റം കത്രികയ്ക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എല്ലാം ഇങ്ങനെ ഇരിക്കണ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഇതിങ്ങനെ ഒന്ന് ലെവൽ ചെയ്യാം കേട്ടോ. അതെ നമുക്ക് 2 കളറിൽ ഇങ്ങനെ ഒന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് ഫിനിഷ് ചെയ്യാം. അതായത് ഇങ്ങനെ വെക്കാം. ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ചിങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഭാഗം ഉണ്ടാവും. അപ്പോൾ അതിങ്ങനെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ കറക്റ്റ് ലെവൽ ഇങ്ങനെ കിട്ടും. അപ്പൊ കുറഞ്ഞതൊരു 100 പ്രാവശ്യം റൗണ്ട് ചെയ്യാം കേട്ടോ. ഒരു 50 പ്രാവശ്യമൊക്കെ ആണെങ്കിൽ ഒട്ടും തന്നെ ഭംഗി ഉണ്ടാവില്ല കാണുവാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ നീഡിലില്ലേ, നമ്മള് കൈക്ക് ചെയ്യുന്ന നീഡിലില്ലേ, അതെടുക്കുക. എന്നിട്ട് 2 ഇഴയില് നൂലൊന്ന് കോർത്തെടുക്കണം കേട്ടോ. അപ്പൊ സൂചി നൂലും ഇങ്ങനെ ഒന്ന് കോർത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഈ സെന്ററിലൂടെ ഒന്ന് സൂചി നൂലും ഇങ്ങനെ കയറ്റി കൊടുക്കാം. എന്നിട്ട് ഇത് ഒന്ന് നന്നായിട്ടൊന്ന് കെട്ടി വെക്കുക കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ സൂചി നൂലും നമ്മളിങ്ങനെ കോർത്ത് വെച്ചട്ടോ. ഇനി വേണ്ടത് കുറച്ച് മുത്താണ്. അപ്പൊ ഞാൻ വലിയ മുത്ത് ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. വലുതിലൊന്നും കുഴപ്പമില്ല, നമ്മളുടെ കയ്യിലുള്ള ചെറുതാണെങ്കിലും മതി. ഏത് കളർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ഗോൾഡൻ കളറാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് വലുതുമാണ് ഈ മുത്തുള്ളത്. അപ്പൊ ഈ മുത്തിന്റെ ഈ നടുക്ക് 2 ഹോൾസ് ഉണ്ടാവും. ഇതിലെ കൂടെ നമുക്കിങ്ങനെ ഈ മുത്തൊന്ന് കയറ്റി കൊടുക്കാം. അപ്പൊ ഞാൻ ഈ മുത്ത് ഇങ്ങനെ ഒന്ന് കോർത്തെടുത്തിട്ടുണ്ട്. അത് നോക്കിയേ, നമുക്ക് നല്ല ഭംഗിയുള്ള ടസൽസ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ വെക്കുവാൻ പോകുന്നത് ഡോറിയുടെ കൂടെ അല്ല കേട്ടോ. നമ്മള് ചുരിദാറിന്റെ ഫ്രണ്ട് നെക്കിലാണ് കൊടുക്കാൻ പോകുന്നത്. നമുക്ക് നമ്മുടെ ചുരിദാറിന്റെ സെന്ററിൽ, അതായത് നെക്കിന്റെ താഴെ സെന്ററിൽ ഇതൊന്ന് ഫിക്സ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് നെക്കിന്ന് 2 ഇഞ്ച് താഴത്തേക്ക് ഇറക്കി ഇങ്ങനെ ഒന്ന് ഇതങ്ങോട്ട് കോർത്തെടുക്കാം. അപ്പൊ ഇതിങ്ങനെ നമുക്ക് സെന്ററിൽ ഇങ്ങനെ പിടിപ്പിച്ച് വെക്കാം. അപ്പൊ നിങ്ങൾക്ക് 2 എണ്ണം വേണം ചെയ്യാം കേട്ടോ. ഓവറായിട്ട് ചെയ്യേണ്ട, 1 എണ്ണം അല്ലെങ്കിൽ 2 എണ്ണം
ഇനി ഇതിവിടെ ഇങ്ങനെ നല്ല ടൈറ്റ് ചെയ്തിട്ട് സൂചി നൂലൊന്ന് കോർത്ത് ടൈറ്റ് ആക്കി വെക്കണം. അതെ, നമ്മൾ ഇതൊന്ന് ഉള്ളില് കോർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ കണ്ടോ, നമ്മുടെ മെയിൻ നെക്കില് ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ നല്ല ഭംഗിയായിരിക്കും കാണുവാനായിട്ട്. ഇതിങ്ങനെ ഇവിടെ ഫിക്സ് ചെയ്ത് വെക്കണ്ട കേട്ടോ, ഇതിങ്ങനെ കിടന്ന് ഇളകണം. ഡോറിയിലാണെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാം. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ? തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്